and welcome to the next session of reported speech. Imperatives. What is an imperative? A sentence that starts with a verb. ഒരു verb വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിനെയാണ് imperative എന്ന് പറയുന്നത്. What are the examples for imperatives? Request, order, suggestion, advice, a plea. All these are imperatives. ഇതെല്ലാം ഇംപറേറ്റീവ്സിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. Now let's look at the structure of imperative. I told you that in direct speech, an imperative always starts with a verb. Take this sentence. Ramu said to me. Okay? That is the reporting part of that sentence. Then the direct speech is wait till I finish. This is the direct speech. So look at the sentence inside the inverted comma, the direct speech. It starts with a verb. Wait, it's a verb, right? So when you put it into reported, it will be like Ramu told me to wait till he finished. Okay. So I will become he. Wait till I finish. Who is saying that? Ram. I will become he and finish becomes finished. Why? Because the reporting verb is in past tense. Ramu said past tense. അതുകൊണ്ട് എന്ത് പറ്റും? finished ആയി മാറും. വേറൊരു ചേഞ്ചും വരുന്നില്ല. ഫസ്റ്റ് വരുന്ന വേർബിന് ടെൻസ് ചേഞ്ച് ഒന്നും വരില്ല. Only thing is you are adding a to it. To ഒരു ഇൻഫിനിറ്റീവ് ആണ് അവിടെ വരുന്നത്. റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഡയറക്റ്റ് സ്പീച്ചിലെ വെയിറ്റ് to wait എന്നായിട്ട് മാറുന്നു. That's the only difference. So it's very easy for you to convert an imperative into its reported speech. A direct to reported. Okay. അപ്പോൾ to wait എന്ന് പറയുന്നത് to wait. ഇനി next another one. I'll give you a negative sentence. This is the sentence. Ramu said to me. Then the direct speech is don't sit there. The reported will be Ramu told me. ഇനി ഇവിടെ ഒരു വ്യത്യാസം don't വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. don't verb തന്നെയാണ്. do not sit, do sit അതാണ് verb അവിടെ. ഇപ്പോൾ don't ഒരു നെഗറ്റീവ് ആണ്. don't വെച്ചാണ് ഒരു സെൻറ്റൻസ് ഡയറക്റ്റ് സ്പീച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ യു ഹാവ് ടു റൈറ്റ് നോട്ട് ഫസ്റ്റ്. ജസ്റ്റ് അത് മാത്രം ഓർത്താൽ മതി. ഡോണ്ട് എന്ന് വരികയാണെങ്കിൽ ഡയറക്റ്റിൽ റിപ്പോർട്ടഡ് സ്പീച്ചിൽ നോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ആസ് യൂഷ്വൽ ടു സിറ്റ്. സോ ഡോണ്ട് സിറ്റ് ഹിയർ. സോ ദാറ്റ് വിൽ ബിക്കം നോട്ട് ടു സിറ്റ് there. ക്ലിയർ? സോ ഡോണ്ട് മാത്രം നോട്ടായിട്ട് മാറുന്നു. അത് മാത്രമേ നെഗറ്റീവ് സെൻറ്റൻസിലുള്ള ഒരു ചേഞ്ച് വരുന്നുള്ളൂ. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ സിറ്റിന് ടു സിറ്റ് ആവും, ആദ്യത്തെ സെൻറ്റൻസ് പോലെ. സോ രാമു ടോൾഡ് മീ നോട്ട് ടു സിറ്റ് there. Okay, so this is the basic structure of imperative reported speech. Very easy, right? Now we will look at the types of reporting verb. ഈ imperative sentenceന് ചില emotions ഉണ്ട്. കാരണം because just like exclamatory, in the next session we'll be dealing with that. ഇവിടെ imperative sentence എന്ന് പറയുമ്പോൾ ഒരു request, ഒരു begging, then advice, then order, all these have a variety of emotions. അപ്പം ആ ഒരു emotions വെച്ച് നമുക്ക് reporting verb ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു സെൻറ്റൻസിൽ there is not much of emotion involved. Wait till I finish. അതിൽ കൂടുതൽ ഇമോഷൻസ് ഇല്ലാത്തത് കൊണ്ട് യു ക്യാൻ സേ രാമു ടോൾഡ് മീ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ടോൾഡ് എന്ന് വെച്ച് യു ക്യാൻ യൂസ് ടോൾഡ് മീ. ആ ഒരു റിപ്പോർട്ടിംഗ് വെർബ് ടോൾഡ് യൂസ് ചെയ്യാം. പക്ഷേ ചില കാര്യങ്ങളിൽ വേറെ സന്ദർഭങ്ങളിൽ നമുക്ക് വേറെ റിപ്പോർട്ടിംഗ് വെർബ്സ് കൊണ്ടുവരേണ്ടി വരും. Look at this example. He said, study well. What type of a sentence is this? Study well.
എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് ഇറ്റ്സ് എൻ അഡ്വൈസ്. ഒരു അഡ്വൈസ് അല്ലേ, നന്നായിട്ട് പഠിക്കണം, അതൊരു അഡ്വൈസാണ്. അപ്പോൾ യു ക്യാൻ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് ടോൾഡ് ഓർ സെഡ് advised as the reporting verb. He advised. Then there is a problem there. ഈ ഇമ്പറേറ്റീവ്സ് ഡയറക്റ്റ് സ്പീച്ചിൽ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലിസണർ അവിടെ ഉണ്ടാവില്ലായിരിക്കും. ലൈക്ക് ഇൻ ദിസ് ക്വസ്റ്റ്യൻ യു ക്യാൻ സി ഹി സെഡ് എന്ന് മാത്രമേ ഉള്ളൂ, ലിസണറുടെ കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. ബട്ട് വെൻ യു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇൻഡയറക്റ്റ് യു ആർ സപ്പോസ് ടു ഗിവ് എ ലിസണർ ദേ. ഒരു ലിസണറിനെ അവിടെ കൊടുക്കണം നമ്മൾ. അപ്പോൾ then only the sentence will be complete. അപ്പോൾ he said എന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ me എന്നാക്കാം. he told me അല്ലെങ്കിൽ he told her, whatever you like you can put it there. അപ്പോൾ ഒരു ലിസണർ വേണം. so he advised me. I'm giving me, I'm putting me as a listener. He advised me. Then what will be the rest of it? To study well. Easy, right? Only add a to. Studied കൂടെ ഒരു to ചേർക്കുക, എഴുതുക. Simple. So he advised me to study well. Looking at the emotion. Then next sentence, another one. The teacher said, don't shout. Again, ഇവിടെ എന്തായിരിക്കും ഇമോഷൻ? Don't shout. ഇങ്ങനെയൊക്കെ ടീച്ചർ പറയുന്നത്, അല്ലാതെ don't shout എന്നല്ലല്ലോ. Don't shout. So it's kind of an order. So what will happen? You will put order as a reporting verb. A reporting verb navade order akum. So the teacher ordered the students. Listener illallo. So you can use your common sense and put a listener there. Students noda ayikkum teacher parayna. For students or me also you can say. ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. So the teacher ordered the students to not to shout. But don't വരുന്നതുകൊണ്ട് not. So the teacher ordered the students not to shout. Okay. Next one. It's a request. ഈ റിക്വസ്റ്റ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലി ഇങ്ങനെയായിരിക്കും. അപ്പോൾ when you have such kind of words you can identify a request. പ്ലീസ് കൈൻഡ്ലി ഇങ്ങനെ വരുന്നത് നമുക്ക് റിക്വസ്റ്റ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് റിപ്പോർട്ടിംഗ് വേർബ് റിക്വസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ആ പ്ലീസ് കൈൻഡ്ലി റിക്വസ്റ്റ് എന്ന് എഴുതുമ്പോൾ അതിൽ കൂടെ അങ്ങ് പൊക്കോളും. ഓക്കെ, ലുക്ക് അറ്റ് ദി സെന്റൻസ്. ഷീ സെഡ് പ്ലീസ് ഗീവ് മീ ദാറ്റ് പെൻ. ഇവിടെ പ്ലീസ് ഗീവ് മീ, ആ പ്ലീസ് ഉണ്ട്. സോ യു കെൻ ഈസിലി ഐഡൻറ്റിഫൈ ഇറ്റ് ആസ് എ റിക്വസ്റ്റ്. അപ്പോൾ യു വിൽ റൈറ്റ് ലൈക്ക് ദിസ്. ഷീ requested me. Then പിന്നെ സാധാരണ പോലെ തന്നെ പ്ലീസ് നമുക്ക് റിക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ആ പ്ലീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. പ്ലീസ് കഴിഞ്ഞ് വരുന്ന വേർബ് ഏതാണ്? ഗിവ്. ഗീവ് ആണ് ശരിക്കും അവിടെ വേർബായിട്ട് വരുന്നത്. അപ്പോൾ ഷീ റിക്വസ്റ്റഡ് മീ ടു ഗിവ് ഹർ ദ പെൻ. ഓക്കെ, സോ പ്ലീസ് ഗിവ് മീ ദാറ്റ് പെൻ. സോ ഷീ requested me to give her that pen. അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് പ്ലീസ് റിക്വസ്റ്റിലേക്ക് ചേർന്നു, then to give. സാധാരണ ബേസിക് സ്ട്രക്ചർ. സോ നൗ റിക്വസ്റ്റ് ആയി, ഓർഡർ ആയി, അഡ്വൈസ് ആയി. Now we'll look at the other two emotions also. ഇത് ഇത്രയും മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സെൻറ്റൻസ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് ഓർഡർ ആയിട്ടോ അത് വേറെ എന്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. He threatened her എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ urged her. നിങ്ങളുടെ ആ ഫീലിംഗ് അനുസരിച്ച് യു ക്യാൻ ചേഞ്ച് ദ റിപ്പോർട്ടിംഗ് വേർബ്. ഐ എം ഗിവിങ് യു സർട്ടൻ ജനറൽ ഫീലിംഗ്സ് ദാറ്റ് യു ക്യാൻ ഐഡൻറ്റിഫൈ ഇൻ ഇംപെറേറ്റീവ്സ്. ഇതൊക്കെ ജനറലാണ്, ജനറൽ ഇമോഷൻസ് ആണ്. ഇത് ഏകദേശം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ആൻസറിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇനി നെക്സ്റ്റ് ടു. വൈ ഐ എം ഗിവിങ് യു ഐ എം ടെലിംഗ് ടു ഇസ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗിവ് sentences starting with let. Two sentences starting with let. കാരണം ഇത് നിങ്ങൾക്കൊരു ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഒരു സെൻറ്റൻസ് ജസ്റ്റ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റ്, ദി അതർ സെൻറ്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് ലെറ്റ് അസ്. അപ്പോൾ ദീസ് ടു ആർ എൻറ്റയർലി ഡിഫറെൻറ്റ് in its emotion. Look at this sentence. He said.
let me go. അവൻ എന്താ പറഞ്ഞേ? എന്നെ പോവാൻ സമ്മതിക്കൂ. പ്ലീസ് ലെറ്റ് മീ ഗോ. പ്ലീസ് ഇല്ല അവിടെ. ഇഫ് ദർ ഇസ് പ്ലീസ് യു ക്യാൻ ഈസിലി സേ റിക്വസ്റ്റ്. ഇവിടെ പ്ലീസ് ഇല്ല. ലെറ്റ് മീ ഗോ ഒന്ന് മാത്രമേ ഉള്ളൂ. സോ യു ക്യാൻ റൈറ്റ് ഹിയർ ലൈക്ക് ഹി urged me to let him go. urge ചെയ്തു or he begged me to let him go. അങ്ങനെയാക്കാം. he begged me to let him go. So ഇവിടെ ഒരു begging ആണ്, ഒരു plea. നെക്സ്റ്റ് സെൻറ്റൻസ്. ഇത് രണ്ടുമില്ല ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ദിസ് ഇസ് എ സജഷൻ. He said, let us go to the beach. Let's go to the beach. ഇവിടെ this is a suggestion. It's a proposal. നമുക്ക് പോകാം. Let us. He is putting forth a suggestion. നമുക്ക് എല്ലാവർക്കും കൂടി ബീച്ചിലേക്ക് പോകാം. Whereas the other one, what is it? Let me go. എന്നെ ഒന്ന് വിട്ടേക്കോ പ്ലീസ്. അപ്പോൾ look at the difference. There is a major difference between these two. അപ്പോൾ ഇത് സജഷനാണ്. ഇനി സജഷൻ്റെ സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ബാക്കി എല്ലാ ഇതിനേക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സജഷൻ ഇൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ. കാരണം ഇവിടെ ബാക്കി എല്ലാത്തിലും വാട്ട് ഇസ് ദ ബേസിക് സ്ട്രക്ചർ? സ്പീക്കർ, ദെൻ ദ റിപ്പോർട്ടിംഗ് verb, then the listener, then you use a to, അല്ലേ? to എന്നിട്ട് verb. ഇമ്പറേറ്റീവ്സ് എല്ലാം അതാണ്. Whereas in suggestion you cannot use to there. So ഇവിടെ I'm going to put it into indirect. He suggested. ഇവിടെ ഒരു ലിസണറിൻ്റെ ആവശ്യമില്ല. ലിസണറിൻ്റെ ആവശ്യമേ ഇല്ല. You just can write he suggested going to the beach. Let us എന്നെ മൊത്തമായിട്ട് മറന്നേക്കുക. Go. Let us in the go. That is the verb. ആ വെർബിനെ എടുക്കുക, put it in gerund form, ing form. So he suggested going to the beach. Suggestions can also be put in many other ways. Look at these sentences. He suggested that they go to the beach, or he suggested they go to the beach. That എന്ന വേർഡ് നമുക്ക് omit ചെയ്യാം. Then he suggested that they should go to the beach, or he suggested they should go to the beach. Here also you can omit the word that. ഈ suggest എന്ന് പറഞ്ഞ വേർഡ് അല്ലാതെ you can also use recommend or propose. Almost the same usage will come here. Recommend ആയാലും സജഷൻ്റെ സെയിം സജസ്റ്റഡ് എന്ന് പറയുന്ന പോലെ തന്നെ റെക്കമെൻഡഡ് ഓർ പ്രപ്പോസ്ഡ് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. അതേ സ്ട്രക്ചർ തന്നെ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹീ റെക്കമെൻഡഡ് ദാറ്റ് ദേ ഗോ ടു ദ ബീച്ച്. So with this we come to the end of this session. I will be joining you in the next video with exclamatory sentences. Okay? So before going, don't forget to do your homework. Thank you.